ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 വലിയ സവാള നീളത്തിലരിഞ്ഞ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കനിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അതിനായി ഒരു ചട്ടിയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇട്ട് ഗ്യാസ് സ്റ്റൗവിൽ സിമ്മിൽ വെച്ച് അടച്ച് വേണം വേവിക്കാൻ. അടച്ച് നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ അടപ്പ് തുറന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ. ഉടഞ്ഞു പോകരുത്. ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളം മുഴുവൻ വറ്റി ആ മസാല ചിക്കനിൽ പരണ്ടിരിക്കുന്ന രീതിയിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. കാരണം ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ ചിക്കൻ വാങ്ങി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുത്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിക്കനിൽ നല്ല മസാലയെ പിടിച്ചിരിക്കും. മാത്രമല്ല നല്ല സോഫ്റ്റും ആയിരിക്കും ചിക്കൻ. അപ്പം നമ്മളിങ്ങനെ വേവിച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ സമയമില്ല എങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. വേവിച്ച് ഫ്രൈ ചെയ്താൽ മതി. ഇതും ടേസ്റ്റാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ കുറച്ച് ഹാർഡായിപ്പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാണ് കൂടുതൽ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ബിരിയാണിക്ക് ചെയ്യുക. കാരണം ഇങ്ങനെ ചെയ്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത്. അല്ല എങ്കിൽ നമ്മൾ തലേന്ന് മസാല പുരട്ടി വെക്കണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയങ്ങളൊക്കെ എനിക്ക് ചിക്കൻ കുറച്ച് ഹാർഡായിട്ടാണ് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ ബിരിയാണിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാറുള്ളൂ. അപ്പം നമുക്കങ്ങനെ നമ്മൾ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ ഞാനിവിടെ 5 വലിയ സവാള നൈസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള 4 തക്കാളി അതും ഒരു കുക്കറിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ നമ്മൾക്കിത് വേവിച്ചെടുക്കാം. അതിനുശേഷം വെന്ത ശേഷം നമ്മളിതൊരു സ്ട്രെയിനറിലിട്ട് അതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിവിടെ റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ പെരുംജീരകം, 4 ഏലക്ക, 2 പട്ട, ഒരു 10 ഗ്രാമ്പു, ഒരു ബേ ലീഫ്. ഇപ്പം ഞാനിവിടെ ഡാൽഡയാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം ഡാൽഡയുടെ പകുതിയെ ചേർക്കുന്നുള്ളൂ. കുറച്ച് നെയ്യും. ഒരു ബിരിയാണി പൊട്ട് അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 കപ്പിന് 1.25 കപ്പ് അളവ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പെരുംജീരകം ഇവ ഇട്ട് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത ശേഷം അതിലേക്ക് 50 ഗ്രാം ഡാൽഡ ചേർക്കുക. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യും ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ജീരകശാല റൈസ് ചേർത്ത് ഇളക്കി നമ്മൾ വേവിച്ചെടുക്കുക. ഇളക്കി ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ അരിയും വെള്ളവും സമാസമാവുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അതിനുശേഷം നമ്മളിത് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വേവിക്കാം. നമ്മളിത് അടച്ച് വേവിക്കുന്ന സമയത്ത് 1 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർക്കണം. അതിനുശേഷം ഇത് അടച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായി 10 പച്ചമുളക്, 15 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്. ഞാനിവിടെ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് അതിനുശേഷം മൂത്ത് മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സവാള, തക്കാളി ചേർക്കുക. അതിനുശേഷം അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മളിപ്പോഴാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് സവാള, തക്കാളി വേവിക്കുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോഴാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഞാൻ വേറെ മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഈ 2 മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഇത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സവാള, തക്കാളി വെന്ത വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ വറുത്ത് വെച്ച സവാള ചേർത്ത് അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കണം. അതിനുശേഷം നമുക്കിതിൽ മല്ലിയില, പുതിനയില
ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത ശേഷം നന്നായി ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ദമ്മിടാനായി ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും ബാക്കി പകുതി നമ്മൾ ജ്യൂസാക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില, നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള, ഗരം മസാല, നെയ്യ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പാലിൽ 1/4 സ്പൂൺ മഞ്ഞളൊഴിച്ച് ഞാനത് കലക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബിരിയാണി പോട്ട് എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മുഴുവനായി ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർക്കുക. റൈസ് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. റൈസ് ചേർത്ത് റൈസ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന് നടുക്ക് മാത്രം നമ്മൾ മഞ്ഞൾ, പാല് ചേർത്ത മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2-3 ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കും. നിങ്ങൾ നടുക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതാകുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗിയായിരിക്കും. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക, ഒരു 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള ചേർക്കുക, അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കുക, മല്ലിയില ചേർക്കുക. ഇത്രയും ചേർത്ത ശേഷം നമ്മളിത് അടച്ച് സിമ്മിലിട്ട് ഒരു 25 മിനിറ്റ് നമുക്ക് ദമ്മ് ചെയ്തെടുക്കാം. 25 മിനിറ്റ് ദമ്മ് ചെയ്ത ശേഷം നമുക്കിത് തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അത് നന്നായി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ച ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കുക. അടച്ചു വെച്ച ശേഷം തുറന്നിട്ട് നമുക്കിത് ചോറും മസാലയും സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ചോറ് നമ്മൾ മേലെ ചോറ് കോരി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ചോറ് മാത്രമായിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മിക്സാക്കി എടുത്ത ശേഷം പിന്നെ ഞാനിത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട്. നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഏത് പാത്രമാണ് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ റൈസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൈസ് ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് വെക്കുക. അല്ല എങ്കിൽ ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് കമത്തുമ്പോൾ അതങ്ങ് സ്പ്രെഡായി പോകും. അപ്പം നന്നായി ആദ്യം റൈസ് ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് ആ ചിക്കൻ്റെ പീസ് വെച്ച് നന്നായി അമർത്തി വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മസാല ചേർക്കാം. മസാല ചേർത്ത് നന്നായി പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തി, സലാഡ്, അച്ചാർ ഇത് കൂടി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുന്നതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.